തേന്മാവിൻ കൊമ്പത്ത് നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇവൻ അംബികാന്റിയുടെ മോനാന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തു. ഇപ്പോ ആ വാക്ക് പാലിക്കാൻ കഴിയാത്ത സ്ഥിതിയുമായി. ഇതിന്റെ പേരിൽ അംബികാന്റെ എങ്ങനെ തൂങ്ങി മരിച്ച ആ കേസിൽ നമ്മളും തൂങ്ങേണ്ടി വരും. നിന്റെ കരുനാക്കൊണ്ട് വേണ്ടാത്ത കാര്യമൊന്നും പറയാതെടി. ആരവ്, അംബികേന്റെ രക്ഷിക്കാൻ ഇപ്പൊ നിനക്കേ കഴിയൂ. ഞങ്ങളെ സഹായിക്കാനും നീ ചെന്ന് അംബികേന്റെ കാണണം. നിന്നെ സഹായിക്കുന്നതിനുള്ള പ്രതിഫലമായിട്ടൊന്നും ഇതിനെ കാണരുത്. ഇതിനെ ഒരു പാവ സ്ത്രീയുടെ മനോവേദനയ്ക്ക് കൊടുക്കുന്ന മരുന്നായിട്ട് കണ്ടാ മതി. ആ പാവം നിന്നെ ഓർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച നിനക്ക് സമാധാനം കിട്ടുമോ? നീ അംബികാന്റിയെ ചെന്ന് കണ്ടെന്ന് കരുതി നിനക്ക് എന്ത് നഷ്ടം വരാനാ? ആ അമ്മയ്ക്ക് കുറച്ച് സന്തോഷം കിട്ടില്ലേ? എന്റെ അമ്മയല്ലാത്ത ഒരാളെ ഞാൻ എന്തിനു പോയി കാണണം? അമ്മയല്ലാത്തൊരാളെ മകനാണെങ്കിൽ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുണ്ടോ? നീ മകനായിട്ട് ചെല്ലണ്ട. നീ അവരെ അമ്മയായിട്ട് കാണുക വേണ്ട. ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ അത് കൊടുത്തതുകൊണ്ട് നിനക്കൊരു നഷ്ടമില്ലല്ലോ. അംബികാന്റി ഞങ്ങളിൽ ഒരാളുടെ അമ്മയാണെന്ന് പറഞ്ഞ നീ കാണാൻ പോവില്ലേ? നീ അങ്ങനെ കരുതിയാ മതി. അവരെന്റെ അമ്മയെന്ന് കരുതിക്കോടാ. എന്നെ പ്രസവിച്ച അമ്മ ആരാന്ന് പോലും എനിക്കറിയില്ല. എന്നെ എന്റെ വീട്ടുകാര് ദത്തെടുത്ത് വളർത്തിയതാ. എന്നെ പ്രസവിച്ച അമ്മ എവിടെയോ എന്നെ കളഞ്ഞിട്ട് പോയി. അംബികാന്റിയെ പോലെ എന്റെ അമ്മ എന്നെ തേടി എവിടെയെങ്കിലും അലയുന്നുണ്ടായിരിക്കും. അവര് എന്നെ അമ്മയാന്ന് കരുതി നിനക്ക് അംബികാന്റെ കണ്ടൂടെ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരെ ചെന്ന് കാണാം. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം പുറത്തിറങ്ങാൻ പറ്റാത്താണെന്ന് നിങ്ങൾ എന്നെ പറയുന്നുണ്ടല്ലോ. ഈ യാത്ര സേഫ് ആയിരിക്കോ? വരാൻ നീ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. നിങ്ങൾ പ്രശ്നത്തിലാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്ന. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നേരിട്ടോളാം. പക്ഷെ ഞങ്ങൾ കാരണം ഒരു പാവ സ്ത്രീ ആത്മഹത്യ ചെയ്താൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല. അവൻ വരുമോ? അവൻ വരും. ഇനി വരാതിരിക്കാൻ അവന് കഴിയില്ല. കിരണേ, പോലീസ് ചെക്കിംഗ് ഇല്ലാത്ത ഏതെങ്കിലും ഷോർട്ട് കട്ട് എടുത്ത് പോയാൽ മതി. അതെ, ഏതായാലും എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണേ. ആ, ഞാൻ നോക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ട് പൊക്കോ. നമ്മൾ ആരവരെയും കൊണ്ട് പുറത്തിറങ്ങിയ പോലീസിനേക്കാളും ഭയക്കേണ്ടത് രുദ്രനെയാ. അയാളെ എന്തിനാ ഭയക്കുന്നത്? അന്നത്തെ സംഭവത്തോടെ രുദ്രന് നമ്മളെ പറ്റി നല്ലൊരു ധാരണയായിട്ടുണ്ട്. ഇനി എന്തായാലും അയാൾ നമ്മുടെ പിന്നാലെ വരില്ല. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുവനിൽ നിന്നും നമുക്ക് എന്തും പ്രതീക്ഷിക്കാം.
ആരവേ നീ എന്താടാ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നെ? ഇവന് പുറത്തിറങ്ങിയ ഭയവാ. പുറത്തിറങ്ങിയ ഭയപ്പെടേണ്ട ആളല്ലേ ഞാൻ. പോലീസ് ചെക്കിങ്, രുദ്രന്റെ അറ്റാക്ക്, എന്ത് വേണേലും വഴിയിൽ സംഭവിക്കാലോ. പിന്നെ 5 ലക്ഷം രൂപ സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എന്നെ കണ്ണീ കണ്ട വലയിട്ട് പിടിച്ചു കൊടുക്കാനും ചിലര് നടക്കുന്നുണ്ടല്ലോ. നമ്മൾ പോകുന്നത് അഭയകേന്ദ്രത്തിലേക്കല്ലല്ലോ. അവിടെയാ രുദ്രന്റെ ചാരന്മാരുള്ളത്. ഹോസ്പിറ്റലിലാവുമ്പോ ആ സംശയം ഉണ്ടാവില്ല. അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. രുദ്രന്റെ ചാരന്മാർ എല്ലായിടത്തും ഉണ്ടാവും. ACPക്ക് സംശയം മാറിയിട്ടില്ല. ഈ യാത്രയിൽ ആരവനെ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അംബികാന്റിയുടെ മുന്നിൽ എത്തിക്കും. അതിനിടയിൽ എന്ത് വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അമ്മേ, എന്താ കിരണേ? എന്താ എന്താ പറ്റ കിരണേ? പക്ഷെ വണ്ടി ഓഫായല്ലോ. വണ്ടി എങ്ങനെ ഓഫായത്? സ്റ്റാർട്ട് ആവുന്നില്ല. ആരവേ, നീ എന്താ പ്രശ്നം നോക്കടാ. ഞാൻ പുറത്തിറങ്ങണോ? നീ ഇറങ്ങിക്കോ, ഇവിടെ അധികം ആളുണ്ടാവില്ല. എന്ത് ചെയ്യും? അവിടെ ഓക്കെ ആണോ? നോക്കി ആരവിന്റെ ലുക്കൗട്ട് നോട്ടീസ്. പോലീസിന് എന്റെ ഈ ഫോട്ടോ കിട്ടിയുള്ളൂ. എന്നെ ഫേമസ് ആക്കാനോട് ഉദ്ദേശിച്ചെങ്കിൽ നല്ല സിനിമ സ്റ്റൈലിൽ ഫോട്ടോ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. ഈ പോലീസുകാർ വേറെ പണിയൊന്നുമില്ലേ? സിനിമാ പോസ്റ്റർ പോലെ നാട് മൊത്തം പോസ്റ്റ് ഒടിച്ചിരിക്കാം. വലിച്ചെറി ദൂരെ എറിയണം. വേണ്ട, നമ്മളത് ചെയ്യരുത്. ഒരെണ്ണം കീറിയതുകൊണ്ട് നാട്ടിലെ എല്ലാ പോസ്റ്ററുകളും അപ്രത്യക്ഷമാവില്ലല്ലോ. അതെ, നിങ്ങൾ ആ വിഷയം വിട്. നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് വേഗം സ്ഥലം വിടാം. പിടിച്ചേ, പിടിക്കേ. ഒന്ന് വേഗം ശരിയാക്ക്. ഇവിടെ കുറെ നേരം നിന്നെ കൊണ്ടിങ്ങനെ നിൽക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ടെൻഷൻ കൂട്ടാതെ വണ്ടി ശരിയാവണ്ടേ? ഇപ്പൊ ശരിയാവും. ഒന്ന് വേഗം.